വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യത്തെ ലോഡ് എടുത്ത് നമ്മൾ പാരീസിൽ നിന്നാണ് സെൻട്രലിലാണ് നമ്മൾ ആദ്യത്തെ ലോഡ് കയറ്റിയിട്ടുള്ളത്. എക്സ്പ്രസ് ലോഡാണ്. എക്സ്പ്രസ് ലോഡ് 20 കിലോമീറ്റർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ഡെലിവറി കൊടുക്കണം. എന്നാൽ മാത്രം നമുക്ക് ഈ പേയ്മെന്റ് കിട്ടും. അപ്പോൾ ഇതാണ് എക്സ്പ്രസ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ ടൈമിൽ നമ്മൾക്കിത് ഡെലിവറി കൊടുക്കാനുണ്ട്. അപ്പോൾ ലോഡ് എടുത്തിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിന്റെ പാർസൽ ഗാരേജിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ എടുത്ത് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ലോഡ് നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കണം. ഫിഷ് ആയതുകൊണ്ട്, മീനാണ്. അപ്പോൾ നമ്മൾ അണ്ണാനഗർ ആർച്ചിന്റെ അവിടെ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അറുമ്പാക്കം വഴിക്ക് തിരിഞ്ഞ് അറുമ്പാക്കത്തിൽ കയറണം. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരു 8 കിലോമീറ്റർ കവർ ചെയ്ത് വന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അറുമ്പാക്കം റോഡിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു 13-14 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് അറുമ്പാക്കം റോട്ടിലാണ്. അറുമ്പാക്കം മെട്രോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതേ നമ്മൾ വടപ്പഴനി മെട്രോന്റെ അവിടെ എത്തി. വടപ്പഴനി മെട്രോ ആണിത്. അപ്പോൾ ട്രാഫിക് ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 8:01 ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നെസപ്പാക്കം കെ കെ നഗർ എത്തി. കെ കെ നഗറിൽ നിന്ന് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് നെസപ്പാക്കം പോകണം. നെസപ്പാക്കത്താണ് നമുക്ക് രാമാപുരത്ത് ഡെലിവറി കൊടുക്കുന്നത്. നെസപ്പാക്കത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നെസപ്പാക്കം ഇനിയിപ്പോൾ ഇവിടുന്ന് ആകെ ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ഡെലിവറി ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുത്തിൽ നിർത്താനോ ഒന്നിനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീനായതുകൊണ്ട്, അതുപോലെ തന്നെ ടൈമിംഗ് ആണ് ഈ പേയ്മെന്റ്. അപ്പോൾ ഇത് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് എത്തി ഗൈസ്. അപ്പോൾ അത് ഇറക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഇറക്കി നമ്മളിത് ഈ കാട്ടുതാങ്ങൽ ഭാഗത്തേക്ക് പോവാണ് ഇപ്പോൾ ഇവിടുന്ന്. അപ്പോൾ എവിടെയാണെന്നുള്ളത് വെച്ചാൽ അറസമരത്തോട്ടം രാമാപുരം. അപ്പോൾ ഇതേ നമ്മൾ ഈ കാട്ടുതാങ്കലിന്റെ അവിടുന്ന് നമ്മൾ ആദ്യത്തെ ലോഡ് കയറ്റാൻ വേണ്ടി ഈ കാട്ടുതാങ്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ലോഡാണ്. ആദ്യത്തെ ലോഡ് ഇറക്കിയല്ലോ നമ്മൾ. രണ്ടാമത്തെ ലോഡ് കയറ്റി നമ്മളിതേ ഇപ്പോൾ തിരുമുടിവാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുമുടിവാക്കം ഇവിടുന്ന് ഏതാണ്ട് 19 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ വലിയ വലിയ മെഷീനറികളില്ലേ, അതിന്റെ സ്റ്റാൻഡുകളാണ്. ഒരു 4 അടിയിലെ 6 സ്റ്റാൻഡ് കയറ്റിയിട്ടുണ്ട്. 6 സ്റ്റാൻഡേ ഉള്ളൂ, പക്ഷെ നല്ല ഹെവിയാണ് ലോഡ്. അപ്പോൾ ഇവിടുന്ന് ഒരു 19 കിലോമീറ്റർ നമ്മളിത് ഇവിടുത്തെ ട്രാഫിക് ഇപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ട്രാഫിക് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതായത് സിഗ്നലാണ്, സിഗ്നലിന് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതായത് കത്തിപ്പാറ ബ്രിഡ്ജ് കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മോർണിംഗ് ടൈമാണ്. ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ് ഇന്നിപ്പോൾ. മെട്രോ ട്രെയിൻ പോകുന്നു മുകളില്. അപ്പോൾ കത്തിപ്പാറയിൽ നിന്ന് ഇനി നമ്മളിപ്പോൾ പല്ലാവരം എത്തി. പല്ലാവരം നിന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടി മുന്നിൽ പോയി കഴിഞ്ഞ് റൈറ്റ് എടുക്കും. നമ്മൾ പമ്മൽ റോഡിലേക്ക് കയറും. അപ്പോൾ നമ്മൾ പമ്മൽ റോഡിലേക്ക് കയറുകയാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കുണ്ട്രത്തൂർ എത്തും. പക്ഷെ നമ്മൾ നേരെ പോകില്ല. നമ്മൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് പാസ് ചെയ്ത് നമുക്ക് റോഡ് ഡൈവേർഷൻ ആവും ലെഫ്റ്റിലേക്ക്. ആ ലെഫ്റ്റ് എടുത്ത് നമ്മൾ തിരുമുടിവാക്കം റോഡിൽ, അത് അനകപുത്തൂർ റോഡ് എന്ന് പറയും. അപ്പോൾ ആ റോഡിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മളിതേ പമ്മൽ റോഡിൽ തന്നെയാണ് എപ്പോഴും. അപ്പം നമ്മളിതേ അനകപുത്തൂർ റോഡിലേക്ക് കയറി. ഇനി അനകപുത്തൂർ റോഡ് ഡെഡ് എൻഡ്, മധുരവായൽ ബൈപ്പാസ് ബ്രിഡ്ജിന്റെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ നമ്മൾ പോവുക. അപ്പോൾ ആരെങ്കിലും മലയാളികൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാനും വരാനുള്ള റൂട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അറിയാത്തവരുണ്ടാവില്ല. എങ്ങാനും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റോഡ് ഭയങ്കര മോശം കേട്ടോ. റോഡ് നല്ല റോഡാണെന്ന് വിചാരിച്ചിട്ട് വരണ്ട. റോഡൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതാണ്ട് ലൊക്കേഷന്റെ അടുത്തൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ആകെ നമുക്കൊരു 3/4 കിലോമീറ്ററും കൂടി, 3/4 കിലോമീറ്റർ അല്ല, 4.5 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പൊ തിരുനീർമലയാണ് ആ കാണുന്നത്. തിരുനീർമല ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം തിരുമുടിവാക്കം. ഇനിയിപ്പോ 4 കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏതാണ്ട് ഒരു ഇവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രാഫിക് ഉണ്ട്. അപ്പോൾ അതും അവോയ്ഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ തിരുമുടിവാക്കം ഡ്രോപ്പ് ലൊക്കേഷന്റെ അടുത്തൊക്കെ എത്തി തുടങ്ങി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് അത് ഇറക്കി അടുത്ത ലോഡ് ഞാനിപ്പോൾ ഇത് കയറ്റി. അടുത്ത ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണപ്പാളയം എന്ന് പറയും. കണ്ണപ്പാളയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആവടിയിൽ. അപ്പോൾ തിരുമുടിവാക്കത്തിൽ നിന്ന് ഞാൻ കണ്ണപ്പാളയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റൈറ്റ് സൈഡിൽ റിംഗ് റോഡാണ്. അപ്പോൾ റിംഗ് റോഡിലേക്ക് നമ്മളിപ്പോൾ കയറുകയാണ്. റിംഗ് റോഡിലേക്ക് കയറി നമ്മൾ ഇവിടെ നിന്ന് ഒരു 23 കിലോമീറ്റർ നമ്മൾക്ക് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് കണ്ണപ്പാളയത്തേക്ക് ഉണ്ട്. അപ്പോൾ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാവില്ല. അടിച്ചു പൊളിച്ചു പോവാം നമുക്ക്.
അപ്പോൾ എപ്പോഴും ഒരു ക്ലൗഡൊക്കെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി മൂമെന്റ് ആണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കണ്ടോ എത്ര ഡാർക്കാണ്. എന്നിട്ട് നല്ല ചൂടുണ്ട്, ചൂടിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെയിലില്ല എന്നുള്ളൂ, ചൂട് നല്ല പുഴുക്കാണ്. പിന്നെ അപ്പോൾ ദേ നമ്മൾ ഏതാണ്ട് പൂന്തമല്ലിയുടെ അടുത്ത് എത്താറായി. ഇനിയിപ്പോൾ ഈ ബൈപ്പാസിൽ നിന്ന് നമുക്ക് താഴെ ഇറങ്ങി പോകണം. അപ്പോൾ ഇത് ദേ പൂന്തമല്ലിയാണ്. ആ റോഡ് ബാംഗ്ലൂർ ബൈപ്പാസ് ആണ്, ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസ് ആണ് അത്. ബാംഗ്ലൂർ ഒസൂർ കൃഷ്ണഗിരി. അപ്പോൾ ദേ നമ്മൾ പൂന്തമല്ലി ആ ബൈപ്പാസിൽ നിന്ന് ഇറങ്ങി നമ്മൾ പാറിവാക്കം സിഗ്നലിൻ്റെ അവിടെ എത്താറായി. ഇനി പാറിവാക്കത്തിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകണം. പാറിവാക്കത്തിൽ നിന്ന് ഒരു 6 പാറിവാക്കത്തിൽ നിന്ന് 6.25 കിലോമീറ്ററും കൂടി ഉണ്ട്. 6.5 കിലോമീറ്റർ ഉണ്ട്. 6.5 അല്ല, സോറി, 6.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ദേ നമ്മൾ അങ്ങനെ നമ്മൾ പാരിവാക്കം സർവീസ് റോഡിലേക്ക് കയറി പാരിവാക്കം ലെഫ്റ്റ് എടുത്തു നമ്മൾ പാരിവാക്കം സിഗ്നലിൽ നിന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ ഈ ഗിയർ ബോക്സിന്റെ മറ്റേ സുനയില്ല, എന്തോ ഒരു സുന, അതന്നെ, ഗിയർ ലിവർ, അതാണ് കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഇറക്കേണ്ട ലൊക്കേഷനിലേക്ക് അടുത്തൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ, അതിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ പോയി കുറച്ചങ്ങോട്ട് നേരെ പോയിട്ട് റൈറ്റും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ദേ നമ്മൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുക്കാനുണ്ട് ഗൈസ്. ഈ റൈറ്റ് പോകണം നമുക്ക്. റൈറ്റ് പോയി കഴിഞ്ഞാൽ കണ്ണപ്പളയം റൂട്ടിലെത്തും, നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ഇനിയിപ്പോൾ ആകെ ഒരു 2 കിലോമീറ്ററും കൂടി ഉള്ളൂ നമുക്ക് ഇറക്കേണ്ട ലൊക്കേഷനിലേക്ക്. ഇതൊക്കെ നല്ല ഫ്രീ ആണ്, ഇതൊക്കെ വില്ലേജ് ഏരിയ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ലോഡ് ഇറക്കി അയ്യമ്പാക്കത്ത് വന്നിട്ട് അടുത്ത ലോഡ് വെയിറ്റ് ചെയ്യായിരുന്നു. അടുത്ത ലോഡ് എവിടേക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മുടിച്ചൂർ നമ്മുടെ വണ്ടലൂർ അവിടെ അടുത്തൊക്കെ ആയിട്ട് വരും. മുടിച്ചൂർ ഇവിടുത്തെ ഏതാണ്ട് 38 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിതേ മുടിച്ചൂറിൽ ലോഡ് കയറ്റി നമ്മൾ ഇനിയിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ റിംഗ് റോഡ് ബൈപ്പാസിലേക്ക് തന്നെ നമ്മൾ കയറും. എന്നാൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ 2 ടോൾ ഉണ്ട് ഗൈസ്. അവിടെ ഔട്ടർ റിംഗ് റോഡിൻ്റെ അടുത്ത് 500 മീറ്ററിൽ നമുക്ക് ടോളാണ്. അപ്പോൾ ഈ ടോളിന് 34 രൂപയാണ്. ഈ ടോള് കഴിഞ്ഞ് ഒരു 25 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അടുത്ത ടോള്. അപ്പോൾ നമ്മൾ ടോളൊക്കെ എടുത്തു, നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നു പൂന്തമല്ലിയുടെ അവിടെ എത്തി. നമ്മളിതേ അടുത്ത ടോൾ ബൂത്തിൻ്റെ അവിടേക്കും, വരദരാജപുരം ടോൾ എന്ന് പറയും, അതും കൊടുത്ത് നമ്മളിതേ ഇനിയിപ്പോൾ സർവീസ് റോട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മൾ മുടിച്ചൂറിലേക്കുള്ള വഴിയിലേക്ക് തിരിയും. അപ്പോൾ നമ്മൾ സർവീസ് റോഡ് താഴെ ഇറങ്ങി മുടിച്ചൂറിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 500 മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മളിപ്പോൾ തിരുമുടിവാക്കം വന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 5 മണി വരെ, ഇപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ലോഡിന് വേണ്ടിയിട്ട്. ലോഡ് കിട്ടുമോ എന്തെന്ന് അറിയില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ so hope you guys were enjoyed the today's vlog and see you on vlog. Till then, bye bye.